നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് എന്നൊരു ഏരിയ ആണ്. ആക്ച്വലി ഇത് റേഷ്യോ പ്രപ്പോർഷൻ എന്നൊരു ചാപ്റ്ററിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവം തന്നെയാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു മാത്രം. ഓക്കെ, അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ്? നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആക്ച്വലി ഒരു ബിസിനസ്, ഞാൻ ഒറ്റക്കൊരു ബിസിനസ് നടത്തുകയാണ്. അതിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഞാൻ ആ 1 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ആ ബിസിനസ്സിലിട്ടു. എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് 5 ലക്ഷം രൂപ കിട്ടി. ആ 5 ലക്ഷം രൂപ ആർക്കാണ്? എനിക്ക് തന്നെയല്ലേ. കാരണം വേറെ ആരും കൊടുക്കാനില്ല. ഞാൻ ഒറ്റക്കാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, കിട്ടുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ് എനിക്കാണ്. ഓക്കെ, എന്നാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു ബിസിനസ് ചെയ്യുമ്പോഴാണ് അതൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പം കിട്ടുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് കിട്ടില്ല. അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എത്ര ആൾക്കാരുള്ളത് അത്രയും ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്യും. എന്നാൽ നമുക്ക് കിട്ടുന്ന കംപ്ലീറ്റ് ഇപ്പോൾ ഒരു 5 ലക്ഷമാണ് 6 ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ 3 ആൾക്കാരാണ് ആ ബിസിനസ്സിലുണ്ടെങ്കിൽ ആ 3 ആൾക്കാർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമോ? എല്ലാ കേസിലും ചെയ്യില്ല. കാരണം എന്താണ്? അത് അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനെയും ഇൻവെസ്റ്റ് ചെയ്ത ടൈം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ക്യാപിറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, 3 പേര് ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ആദ്യത്തെ ആൾ 100 രൂപയാണ് ഇട്ടത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇട്ടത്. രണ്ടാമത്തെ ആൾ 200 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇട്ടു. മൂന്നാമത്തെ ആൾ 300 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. ഓക്കെ, ഈ 3 പേരും ഒരു വർഷത്തേക്കാണ് എന്ത് ചെയ്തത്? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. ഓക്കെ, 3 പേരും ഒരു വർഷത്തേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ഇപ്പോൾ സപ്പോസ് അവർക്ക് 1800 രൂപ പ്രോഫിറ്റ് കിട്ടി വിചാരിക്കും. 1800 രൂപ അവർക്ക് ഒരു വർഷം കഴിയുമ്പോൾ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ 3 പേർക്കും കൂടെ ഈ 3 A B C 3 പേർക്ക് ഈ പ്രോഫിറ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ ഒരു റേഷ്യോ വേണം. എങ്ങനെ റേഷ്യോ കിട്ടും നോക്കാം. നമ്മുടെ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതാണ് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ അതേ റേഷ്യോയിലായിരിക്കും ഈ പ്രോഫിറ്റും നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണ്? ഇപ്പം 100:200:300, അതായത് 1:2:3 അല്ലെ? 1:2:3 എന്നാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഏതായിരിക്കും? ഈ 1:2:3 ആണ്. സോ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 3 6 യൂണിറ്റ് ആണ് ഈ 1800 എന്ന് പറയുന്നത്. സോ ഒരു യൂണിറ്റ് 300 വരും. അങ്ങനെ ഓരോ ആൾക്ക് എത്ര കിട്ടും? 300, 600, അതുപോലെ 900. ഇതായിരിക്കും പ്രോഫിറ്റ് എന്ന് പറയും. 300, 600, 900 ഇതായിരിക്കും പ്രോഫിറ്റ് എന്ന്. കാരണം എന്താണ്? ഇവിടെ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സെയിം ആണ്, ക്യാപിറ്റൽ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് കിട്ടുന്നതിന് 3 ഡിവൈഡ് ചെയ്തിട്ട് 300, 600, 900 എടുത്തു. ഇനി 3 ആളും ഒരേ പൈസയാണ് ഇട്ടതെങ്കിൽ എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുക? എത്രയാണ് കിട്ടുന്നത് അതിന് കംപ്ലീറ്റ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലേ? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കേസ്, ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കോൺസ്റ്റന്റ് ആവുന്ന കേസ്. ഇനി ചില കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ചില കേസിൽ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കോൺസ്റ്റന്റ് ആവുന്നില്ല. അതായത് ഇപ്പം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ബിസിനസ്സിൽ ഞാൻ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. എൻ്റെ സുഹൃത്ത് 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ഒരു വർഷക്കാലം കംപ്ലീറ്റ് ആയിട്ട് ആ പൈസ ആ ബിസിനസ്സിൽ റോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പുള്ളി എന്ത് ചെയ്തു? ആദ്യത്തെ 6 മാസം കഴിഞ്ഞിട്ട് തൻ്റെ 2 ലക്ഷം രൂപ തിരിച്ചെടുത്തു. ഓക്കെ, അപ്പം നെറ്റ് എഫക്റ്റീവ്ലി എത്രയാണ്? 6 മാസം കാലം മാത്രമേ ആ 2 ലക്ഷം രൂപ ആ ബിസിനസ്സിൽ ഉപയോഗിച്ചുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റലും വ്യത്യാസമാകുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോഫിറ്റിന്റെ റേഷ്യോ ഡിവൈഡ് ചെയ്യുക? എങ്ങനെ പ്രോഫിറ്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ക്യാപിറ്റലിനെയും ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യും? പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം? പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് പി ഒരു റിലേഷൻ ആണ്. P = ക്യാപിറ്റൽ ഇൻറ്റു ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു റിലേഷൻ ഉണ്ട്. പ്രോഫിറ്റ് P = ക്യാപിറ്റൽ C ഇൻറ്റു ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ ഒരു റേഷ്യോ ഉണ്ട്, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഫിറ്റ് കിട്ടിയ എത്രയാണ്? പ്രോഫിറ്റ് = ക്യാപിറ്റൽ ഇൻറ്റു ടൈം ഓഫ് പീരീഡ്. ഇപ്പം ഞാൻ 100 രൂപ ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. വേറൊരാൾ 200 രൂപ 6 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. മൂന്നാമത്തെ ആൾ 300 രൂപ 3 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു വർഷത്തേക്ക്, ഇവിടെ 6 മാസത്തേക്ക്, ഇവിടെ 3 മാസത്തേക്ക്. ഇതാണ് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്.
ഇവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എത്രയായിരിക്കും? എങ്ങനെ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? 100 ഇൻറ്റു എത്ര മാസത്തേക്കാണ് അവരിട്ടത്? ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് 100 രൂപയാണ്, അതായത് 12 മാസത്തേക്ക് അല്ലേ? 12 മാസത്തേക്ക് ഇസ്റ്റു 200 രൂപ. 200 രൂപ എത്ര മാസത്തേക്കാണ്? 6 മാസത്തേക്കേ ഉള്ളൂ. 6 ഇസ്റ്റു ഇനി 300 രൂപ. 300 രൂപ എത്ര മാസത്തേക്കാണ്? 3 മാസത്തേക്ക് മാത്രമേ ഇതുള്ളൂ അല്ലേ? 3 മാസത്തേക്ക് മാത്രമേ ആകുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2 0 2 0 2 0 പോയി. ബാക്കി എത്ര വരാം? 12 ഇസ്റ്റു 12 ഇസ്റ്റു 12 ഇസ്റ്റു 9. 12 ഇസ്റ്റു 11. നമുക്ക് 9 വീണ്ടും കട്ട് ചെയ്താൽ എന്ത് വരും? 4 ഇസ്റ്റു 4 ഇസ്റ്റു 3. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് ഈ കേസിലെ റേഷ്യോ എന്ന് പറയുന്നത്. കാരണം പറഞ്ഞു പ്രോഫിറ്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോഫിറ്റ് ക്യാപിറ്റലിനെയും ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റിനും ഡിപ്പെൻഡ് ചെയ്യും. പ്രോഫിറ്റ് പി ഇസിക്കലു ക്യാപിറ്റൽ സി ഇൻറ്റു ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ടൈം പീരീഡിനെയും പ്രോഫിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് റേഷ്യോ എന്ത് വരും? 4:4:3 എന്ന റേഷ്യോ വരും. ഇയാൾ മൂന്നാമത്തെ ആൾ 300 രൂപ ഇടുന്നുണ്ടെങ്കിലും പക്ഷേ പുള്ളി 3 മാസം മാത്രമേ ആ പൈസ ഇടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റേഷ്യോ കുറഞ്ഞത്. ഈ 100 രൂപ ഇടുന്നുള്ളൂ എങ്കിലും 12 മാസത്തേക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആ പൈസ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ പുള്ളിക്ക് 4 യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഏറ്റവും ആദ്യത്തെ കേസ്, സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സാധാരണ PSC എക്സാമുകളിൽ അല്ലെങ്കിൽ ടയർ 1 ലെവലിലൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്കൊരു വേറൊരു ടൈപ്പ് നോക്കാം. ടൈപ്പ് എന്നല്ല, ഇതിൽ തന്നെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് 100 രൂപ ഒരാൾ ഒരു വർഷത്തേക്ക് ഇട്ടു. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് വരുമ്പോൾ എത്ര റേഷ്യോ വരും? 100 ഇൻറ്റു 12 വരും അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ആളെ 200 രൂപ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ ആള് ബി എന്ന രണ്ടാമത്തെ ആള് വരുന്നത്. എ എന്ന ആദ്യത്തെ ആള് ഒരു വർഷം ആദ്യം മുതലേ ഉണ്ട്, ആ പുള്ളി ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് 100 രൂപ ഇട്ടു. ബി എന്ന രണ്ടാമത്തെ ആള് വരുന്നത് 4 മാസം കഴിഞ്ഞിട്ടാണ്. അത്ര കൊണ്ട് 200 രൂപയും കൊണ്ട്. സി എന്ന മൂന്നാമത്തെ ആള് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 300 രൂപയും കൊണ്ട്. എത്ര മാസം കഴിഞ്ഞിട്ട് വരുന്നത്? 6 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ കേസ് 100 രൂപ 12 മാസമുണ്ട്, അതിലൊരു കൺഫ്യൂഷനും ഇല്ല. രണ്ടാമത്തെ കേസ് 4 മാസം കഴിഞ്ഞിട്ടാണ് ബി ബിസിനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ 200 രൂപ എത്ര മാസം ആ ബിസിനസ്സിൽ ഉണ്ടാവും? 12 മാസമാണ് ഒരു വർഷമുള്ളൂ അല്ലേ? 12 മാസമാണ് ഒരു വർഷം. അതിൽ 4 മാസം പുള്ളി ഇല്ല. ബാക്കി എത്ര മാസം? 8 മാസം പുള്ളിയുടെ പൈസ എന്തുണ്ട്? ബിസിനസ്സിലുണ്ട്. അപ്പോൾ എത്രയാണ് വേണ്ടത്? 200 × 8 വരും. 8ആണ് ആ പൈസ, 200 രൂപ ആ ബിസിനസ് റോൾ ചെയ്യുന്നത്. സോ ആ 8 മാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഇനി 300 രൂപ 6 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. ബാക്കിയുള്ള 6 മാസം ഈ 300 രൂപ ബിസിനസ്സിലുണ്ട്. സോ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 6 ആണ് അല്ലേ? 6 ആണ്. 12 6 വർഷം 6 ആണ്. അപ്പം ഇതാണ് ഏതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്? A:B:C പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് റേഷ്യോ എത്രയായിരിക്കും? A:B: 100 × 12, 200 × 8, 300 × 6. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് വരുന്നത് 2 0 2 0 കട്ട് ചെയ്തു. ബാക്കി എന്ത് വരും? 12:8:6 എന്ന് വരും. അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ 6:4:3 എന്ന് എഴുതാം. 6:4:3. ഇതാണ് ഈ കേസിലെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ എന്താ വ്യത്യാസം വരാൻ കാരണം? ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാറ്റാണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ട പോലെ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ ഇട്ട ക്യാപിറ്റലും മാറ്റാണ്. അതുകൊണ്ടാണ് ഈ മാറ്റം വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു 4 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ ജോയിൻ ചെയ്തു, 5 മാസം കഴിഞ്ഞിട്ട് വേറെ ആൾ ജോയിൻ ചെയ്തു. ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അപ്പം ബാക്കി അതായത് ജോയിൻ ചെയ്തതിന് ശേഷം എത്ര മാസമാണ് ആ പൈസ ആ ബിസിനസ്സിൽ ഉണ്ടായത്, അതാണ് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. A and B start a partnership with 1500 and 2000 respectively after 5 months. 4 months ആണ്. 5 month അല്ല 4 months ആണ്. ഓക്കെ, 5 month അല്ല 4 months ആണ്. 4 months. After 4 months C also joined the business with 2250. If B withdraw his capital after 9 months, then find the share of profit of B in the total 9000. എത്രയാണ്? എയും ബി ഉണ്ട്. 1500 2000 സി വന്നു 2250 രൂപ. എത്ര മാസത്തേക്കാണ്? 9 മാസത്തേക്കാണ് ആര് വന്നത്? ബി
9 മാസത്തേക്കാണ് ബി ഇട്ടത്, 4 മാസം കഴിഞ്ഞിട്ടാണ് സി വന്ന്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 900. അപ്പോൾ ഈ 900 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പം ഈ 900 എത്ര ഏത് പ്രോഫിറ്റ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആദ്യം കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടെത്തുക, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം പീരീഡ് ആണ് അല്ലേ, ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രോഫിറ്റ് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റു ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ആദ്യം എൻ്റെ കേസ് എടുക്കുക. കേസ് പറഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ആരുണ്ട്? ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ എത്രയാണ്? 1500. 1500 ഇൻറ്റു എത്ര വരും? 1500 ഇൻറ്റു 12 മാസം ഉണ്ടല്ലോ, 12 മാസം ഇൻറ്റു 12 ഈസ്റ്റു. ഇനി ബീൻ്റെ കേസ്. ബി എത്രയുള്ളത്? ഈ 2000 ആണുള്ളത്. ബി 2000 എത്ര മാസത്തേക്കാണ് ഉള്ളത്? 9 മാസത്തേക്കാണ് ബി ഉള്ളത് അല്ലെ. 9 മാസം കഴിഞ്ഞിട്ട് ബി വിഡ്രോ ചെയ്തു. അപ്പോൾ 9 മാസം ആ 2000 രൂപ എന്ത് ചെയ്തു? ബിസിനസ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. 9 ഈസ്റ്റു. നെക്സ്റ്റ് എത്രയാണ്? 2250. അതായത് സി വന്നു 2250. എത്ര മാസം കഴിഞ്ഞിട്ടാണ് സി വന്നത്? 4 മാസം കഴിഞ്ഞിട്ടാണ്. 4 മാസം കഴിഞ്ഞിട്ടാണ് സി വന്നത്. ഓക്കെ, 4 മാസം കഴിഞ്ഞിട്ടാണ് സി വന്നത്. 4 മാസം കഴിഞ്ഞിട്ടാണ് സി വന്നത്. അപ്പോൾ എത്ര മാസം ഈ പൈസ നമുക്ക് ഉപകരിക്കും? 2250 രൂപ 8 മാസം അല്ലെ. 12 - 4 8 മാസം ആ പൈസ നമുക്ക് ഉപകരിക്കും. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കളയാം. 0 0 0 മൂന്നിലും കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്ത് കളയാം. 0 ആയിട്ടായി. ഇവിടെ 150 200 250 25 കോമൺ അല്ലേ? 6. ഇവിടെ 8 വരും, ഇവിടെ 9 വരും. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 16 × 7 72. 12 × 6 72 ഈസ്റ്റു 9 72. വീണ്ടും 9 × 8 72. 72 അതായത് 1:1:1. അതായത് ഈക്വൽ ആയിട്ടാണ് ഈ 900 രൂപ ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ് 900 രൂപ 3 പേരും ഡിവൈഡ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും? 900/3. എങ്ങനെയാണ്? ഈ 3 യൂണിറ്റ് അല്ലെ, 3 യൂണിറ്റ് ആണ് 900. 1 + 1 + 3 3 യൂണിറ്റ്. ഇത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കേസിൽ ഇപ്പം പ്രോഫിറ്റ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണോ ആ യൂണിറ്റ് ആയിരിക്കും ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 3 യൂണിറ്റ് ആണ് 900, 1 യൂണിറ്റ് 300. അപ്പം ഒരാൾക്ക് എത്ര കിട്ടുന്നത്? 300 ആണ്. നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ഷെയർ ഓഫ് ബി, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ബി 300. ഇനി എ ആയാലും സി ആയാലും 300 തന്നെയാണ്. സോ ആൻസർ 300 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. A and B start a business with 50 രൂപ 45 രൂപ 50 and 45. After 4 months, A withdrew is half of his capital and B withdrew half capital after 6 months. Okay, C joins the business with a capital of 70 after 6 months. Find the profit sharing ratio മാത്രം കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഇനി ആദ്യത്തെ കേസ് നമുക്ക്. ആദ്യത്തെ കേസ് എന്താണ്? എൻ്റെത് 50 ആണ് അല്ലേ. 50 ആണ്. 50 എത്ര മാസം ഇട്ടത്? ആഫ്റ്റർ 4 months എ വിഡ്രോ ഹാഫ് ഓഫ് ക്യാപിറ്റൽ. അപ്പം 50 രൂപ അത്ര 4 മാസം എന്തുണ്ട്? 50 വെച്ചിട്ട് എ ഉണ്ട്. ഓക്കെ, പ്ലസ് ബാക്കി എത്രയുള്ളത്? 4 മാസം കഴിയുമ്പോൾ 25 രൂപ പിൻവലിച്ചു. ബാക്കി എത്രയുള്ളത്? 25 രൂപ. ഈ 25 രൂപയാണ് ബാക്കി വരുന്ന 8 മാസം എ ബിസിനസ്സിൽ ഇട്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ്? 50 × 4 + 25 × 8 വരും. ഈസ്റ്റു. നെക്സ്റ്റ് ബീൻ്റെ കേസ് എടുക്കുക. ബി 45 രൂപ ഇട്ടത്. 45 രൂപ 6 മാസം കഴിഞ്ഞിട്ട് പകുതി പിൻവലിച്ചു. അപ്പം 45 രൂപ 6 മാസം ഉണ്ടല്ലോ. 45 × 6 പകുതി എത്രയാണ് പിൻവലിച്ചത്? പകുതിക്ക് ബാക്കി 22.5 അല്ലേ. 45ൻ്റെ 22 22.5 × 6 മാസം × 6 മാസം ഈസ്റ്റു. ഒന്നാമത്തെ കേസ് എന്താ വരിക? സീൻ്റെ കേസ്. സി എത്രയാണ്? 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. എത്ര പൈസ കൊണ്ട്? 70 അല്ലെ. 70 രൂപ കൊണ്ട് 6 മാസം കഴിഞ്ഞിട്ട് ആര്? സി വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള റേഷ്യോ വരുന്നത്. ഇത്രയാണ് റേഷ്യോ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആഡ് ചെയ്യാം അല്ലെ. 200 8 × 25 200. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയായി? 400 ആയി അല്ലേ. ടോട്ടൽ 400 ആയി. ഇത് മൊത്തം 400 ആയി. 45 × 6 എത്രയാണ്? 45 × 2 90 ആണ്. × 3 270. 270 22.5 × 6 22.5 നമുക്ക് ഇവിടെ 270 വന്നു. പ്ലസ് 22 എന്ന് പറയുന്നത് 45/2 അല്ലെ. 45/2 × 6 നമുക്കിത് ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും? 3 വരും. 45 × 3 എത്ര വരും? 45 × 3 135. അപ്പോൾ 270 + 135 405 വരും അല്ലേ. ഇവിടെ 135 വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വരും? 270 + 135 405 വരും. 405. ഇവിടെ 405 വന്നു മൊത്തം. ഓക്കെ, 405. 70 × 6 420 വരും. 420. അപ്പോൾ നമ്മുടെ പുതിയ റേഷ്യോ എത്രയാണ്? 400:. രണ്ടാമത്തെ കേസ് 405:420 അല്ലെ. 420.
ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ എന്ന് പറയും. ഇതാണ് പ്രോഫിറ്റ് റേഷ്യോ. ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് തരാം. 5 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 80 വരും. രണ്ടാമത്തെ കേസിൽ 81 വന്നു. 81 മൂന്നാമത്തിൽ 84. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. 80:81:84. 80:81:84 ആണ് പ്രോഫിറ്റ് റേഷ്യോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിനെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ എന്താണ്, ക്യാപിറ്റലിന് ടൈം പീരീഡ് എന്നൊരു കൺസെപ്റ്റ് മാത്രമാണ് ഉപയോഗിച്ചത്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണ്, ഓരോ പ്രോഫിറ്റും എത്ര മാസക്കാലമാണ് അതിലുണ്ടായിരുന്നത് നോക്കിയാൽ മതി. എൻ്റെ കേസ് നോക്കിയാൽ എൻ്റെ കേസിൽ 50 രൂപയാണ് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടത്. ആ 50 രൂപ 4 മാസം കഴിഞ്ഞിട്ട് പിൻവലിച്ചു. അപ്പോൾ ആദ്യത്തെ 4 മാസം 50 രൂപ തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 25 രൂപ പകുതി പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അല്ലേ. പകുതി 25 രൂപ എത്ര മാസക്കാലം ബാക്കിയുണ്ട്, 8 മാസക്കാലം. നമ്മൾ ഇയർലി ആണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം 8 മാസക്കാലം എത്ര രൂപയുണ്ട്, 25 രൂപ നമ്മൾ ആ ബിസിനസ്സിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ 25x8 ബാക്കിയുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 50x4 + 25 അത് 400 എന്ന് തോന്നും. ഓക്കെ. രണ്ടാമത്തെ കേസ് ബി 45 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇട്ടത്. 6 മാസം കഴിഞ്ഞിട്ട് ആ 45ന്റെ പകുതി ആര് കൊണ്ടുപോയി, ബി കൊണ്ടുപോയി അല്ലേ. 45ന്റെ പകുതി ബി കൊണ്ടുപോയി. അപ്പം 45x6 + 22 അതാണ് 45/2 × 6. അതാണ് ടോട്ടൽ ആയിട്ടുള്ള ബീൻ്റെ കോൺട്രിബ്യൂഷൻ. അത് എത്ര വരും, 405 വരും. നെക്സ്റ്റ് 70 രൂപയാണ് സി ഇട്ടത്. അത്ര 6 മാസത്തേക്ക്, 6 മാസ കാലാവധിയിൽ. സോ 420 വന്നു സിന്റെ കോൺട്രിബ്യൂഷൻ. അങ്ങനെ ടോട്ടൽ റേഷ്യോ എടുക്കുമ്പോൾ 80:81:84 എന്ന് തോന്നും. ഓക്കെ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി സ്റ്റാർട്ട് എ ബിസിനസ്. എ ഇൻവെസ്റ്റ് half 1/4 of the capital, 1/4 of the capital for 1/4 of the time. B invests 1/5 of the capital for half of the time. C invests the remaining capital for full time. How should they divide the profit of 1140? നമുക്ക് എങ്ങനെ ചെയ്യും, നമുക്ക് കറക്റ്റ് വാല്യൂ തന്നിട്ടില്ല അല്ലെ. വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യണം. നമ്മൾ ടൈം ആൻഡ് വർക്കിലൊക്കെ ചെയ്തതുപോലെ ടോട്ടൽ വാല്യൂ ഒക്കെ നമ്മൾ അസ്യൂം ചെയ്യണം. നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇവിടെ നമുക്കിപ്പം ക്യാപിറ്റൽ സി എന്ന് എടുത്തിട്ട് എത്ര 1/4 ആണ് ആദ്യത്തെ കേസിൽ, 1/5 ആണ് രണ്ടാമത്തെ. രണ്ടും കൂടെ ആഡ് ചെയ്യുക, 1/4 + 1/5 ചെയ്തിട്ട് 1 എന്ന് ഈൻ്റെ സമ്മ മൈനസ് ചെയ്ത് നമുക്ക് സീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് റേഷ്യോൻ്റെ ടേമിൽ വരും. അപ്പം ഫ്രാക്ഷൻ ടേമിൽ വരും. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഒഴിവാക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എത്ര എടുക്കാമല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഇപ്പം എനിക്ക് എത്ര എടുക്കാം, ടൈം എത്ര എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ടൈം എന്ന് പറയുന്നത് 1 വർഷത്തെ കാലാവധിയാണ് എടുക്കുക. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ നോക്കാം. 1/4 1/5 ആണ്. 1/4 1/5 4 × 5 LCM എടുക്കുക. എത്രയാണ് 4 × 5 LCM 20 വരും. അപ്പം ഞാൻ എടുക്കുന്നു ടോട്ടൽ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 20 ആണ്. 20 യൂണിറ്റോ 20 എന്തോ 20x വാട്ടവർ 20x ആണ്, 20 യൂണിറ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് കേസ് എടുക്കുക. ഓക്കെ. ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയാണെങ്കിൽ എ എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്, 20ന്റെ 1/4 ഭാഗം. 20ന്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 5 ആണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് 5. ബി എത്ര ഇൻവെസ്റ്റ് ചെയ്യും, ടോട്ടലിന്റെ ക്യാപിറ്റൽ 20 ആണ്, അതിന്റെ 1/5 ഭാഗം. 20ന്റെ 5 എന്ന് പറയുമ്പോൾ 1/5 എന്ന് പറയുമ്പോൾ 4 ഭാഗം അല്ലേ. ഇനി സി എത്രയാണ്, സി റിമൈനിങ് ആയിട്ടുള്ളത് 20ന്ന് ഈ 5ഉം 4ഉം പോയി കഴിഞ്ഞാൽ എത്ര വരും, 5 4 9 പോയി കഴിഞ്ഞാൽ ബാക്കി 11 വരും. അപ്പോൾ സി 11. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ എടുത്തത്. ഇനി ടൈം നോക്കാം. 1/4 ഓഫ് ദ ടൈമാണ് ആര് എ ഇൻവെസ്റ്റ് ചെയ്ത്. 1/4 എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ 1/4 എന്ന് പറയുന്നത് എത്രയാണ്, 3 മാസം അല്ലേ. ഒരു വർഷത്തിന് 12 മാസമാണ്. 12/4 ചെയ്താൽ 3 എന്ന് കിട്ടും. സോ 3 മാസം. 4 രണ്ട്. ബീൻ്റെ കേസ് എത്രയാണ്, ഹാഫ് ഓഫ് ദ ടൈമാണ്. ടോട്ടൽ 12 മാസത്തിന്റെ പകുതി, അപ്പോൾ 6 മാസം. സി ഇൻവെസ്റ്റ് ദ റിമൈനിങ് ക്യാപിറ്റൽ ഫോർ ഫുൾ ടൈം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ടൈം എത്രയാണ്, 12 മാസം ഇൻവെസ്റ്റ്മെന്റ് കിട്ടും അല്ലെ. 12 മാസം കിട്ടും. അങ്ങനെയാണെങ്കിൽ സി എത്ര ഇൻവെസ്റ്റ് ചെയ്ത്, റിമൈനിങ് ക്യാപിറ്റൽ ഫോർ ഫുൾ ടൈം അല്ല, ഫുൾ ടൈം. ഓക്കെ. നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 ഉണ്ടല്ലേ. 3 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 വരും, ഇവിടെ 4 വന്നു അല്ലേ. ഇവിടെ 4. അപ്പോൾ എന്താ റേഷ്യോ എന്ത് വരും, 5:4 × 2 8:44 11:4 44. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയും. പ്രോഫിറ്റ് റേഷ്യോ ഇത്രയാണ്. അപ്പോൾ ടോട്ടൽ സമ്മത്തിൽ ഇട്ട 52 57 യൂണിറ്റ് ആണ്. 57 യൂണിറ്റ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതെത്രയാണ് നമുക്കറിയാം, 1140 ആണ്. അങ്ങനെയാണ് ഒരു യൂണിറ്റ് എത്രയായിരിക്കും, ഒരു യൂണിറ്റ് 20 ആയിരിക്കും അല്ലെ. ഒരു യൂണിറ്റ് 20 ആണ് അല്ല. 1140 ഡിവൈഡ് ബൈ 57 114/57 2 ആണ്. അപ്പോൾ 20, ഒരു യൂണിറ്റ് 20 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഷെയർ പ്രോഫിറ്റ് ഓഫ് ഓരോ പ്രോഫിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 200 ആണ് ഒരു യൂണിറ്റ്. അപ്പോൾ 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 100, 5 യൂണിറ്റ് 100. 8 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 160.
8 യൂണിറ്റ് 160, ബാക്കി 44 × 88 880 സിയുടെ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് ഓരോർക്കും കിട്ടുന്നത്. 100, 160, അതുപോലെ 880. അത്രയും രൂപയാണ് ഈ 1140 ABC നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടില്ലെന്നല്ല ഡയറക്റ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ക്യാപിറ്റൽ തന്നിട്ടില്ല, എല്ലാം ഒരു ക്യാപിറ്റൽ ഇൻ ടേംസ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിനാ ഫ്രാക്ഷനാക്കി കൺവേർട്ട്. നമുക്ക് സാധാരണ ഇങ്ങനെ ചെയ്യാം, 1/4 ഒരാളെടുത്തു, 1/5 രണ്ടാളെടുത്തു, അത് രണ്ടും സം ചെയ്ത് ടോട്ടൽ 1 മൈനസ് ചെയ്താൽ നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് എല്ലാം കിട്ടും. ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത് ഈ 4ൻ്റെയും 5ൻ്റെയും 1/4ഉം 1/5 ആയതുകൊണ്ട് ആ 4ൻ്റെയും 5ൻ്റെയും LCM എടുത്തിട്ട് അതാണ് നമ്മളെ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്തത്. ഓക്കെ, ഈ രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ABC start a business by investing the capital in 5:6:8. At the end of the business, they received the profit in the ratio of 5:3:2. Okay, find the ratio of their investment. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ ഉണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ് റിലേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റു ടൈം പീരീഡ് ആണ്. ഇതേപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നതായിരിക്കും പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേപോലെ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആയിരിക്കും. ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഈ ഇക്വേഷനൊക്കെ വന്നത്. ഓക്കെ, റിലേഷനൊക്കെ വന്നത് എല്ലാം ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ റിലേഷൻ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക, ബാക്കി കയ്യിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3:12 വന്നിട്ടുണ്ട്. അതുപോലെ ഏത് റേഷ്യോ വന്നിട്ടുണ്ട്, ക്യാപിറ്റലിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:6:8. ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ കാണാം. നമ്മൾ ചെയ്ത ഇതേ റിലേഷൻ ഉപയോഗിക്കുക, എന്താണ് P/C, പ്രോഫിറ്റ് റേഷ്യോ എന്ന് ക്യാപിറ്റൽ റേഷ്യോ ഡിവൈഡ് ചെയ്യുക, കറസ്പോണ്ടിങ് ടേം എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ കേസ് 5/5 1 കിട്ടും, 1:3/6 1/2 കിട്ടും. നെക്സ്റ്റ് എന്താണ് 12/8 3/2 കിട്ടും. ഓക്കെ, 3/2 അതായത് 2:1:3. ഇതാണ് നമ്മുടെ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ 2:1:3. 2:1:3. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈം റേഷ്യോ ഏതെങ്കിലും 2 റേഷ്യോ തന്നെ, പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് റേഷ്യോ ടൈം റേഷ്യോ, അല്ലെങ്കിൽ ടൈം റേഷ്യോ ക്യാപിറ്റൽ റേഷ്യോ, ഇതൊക്കെ തന്നിട്ടുള്ള നമുക്ക് ഈ ഒരു 3 റിലേഷൻ വെച്ച് ഡയറക്റ്റ് ആയിട്ട് ആ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസറിലേക്ക് എത്താം. ഫ്രാക്ഷൻ കിട്ടുകയാണ്, അതിനെന്ത് ചെയ്യാം നമ്മുടെ LCM ഉണ്ട്. ഇപ്പോൾ ഇവിടെ 2നും 2ൻ്റെയും LCM എത്രയാണ് 2 തന്നെയാണ്. അപ്പോൾ 2 കൊണ്ട് ഞാൻ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും 2:1:3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ABC start a business, invest 4 months and claim 1/8. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വരെ നോക്കാം. A 4 മാസം ഇൻവെസ്റ്റ് ചെയ്തു, B എത്ര മാസം 6 മാസം ഇൻവെസ്റ്റ് ചെയ്തു, C എത്ര പ്രോഫിറ്റ് ഫോർ 8 months. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് റേഷ്യോ ആദ്യം കണ്ടത്, അല്ലെങ്കിൽ ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ആദ്യം കണ്ടത് എത്രയാണ്, A 4 അല്ലെ 4 months, B എത്ര 6 months, C 8 months അല്ലെ. 4:6:8 ആണ് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്ന് പറയും. ഇനി അടുത്ത എനിക്ക് എന്ത് വേണം, പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്, പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നോക്കാം എത്രയാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ 1/8 ആണ് ആർക്ക് A കിട്ടിയത്, ടോട്ടലിൻ്റെ 1/3 ആണ് B കിട്ടിയത്. C 1500 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിമൈനിങ് ആരാണുള്ളത്, C ആണ്. അപ്പോൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ, റിമൈനിങ് ആർക്കാ കിട്ടിയിട്ടുണ്ടാവും, C കിട്ടും. കാരണം 3 പേരേ ഉള്ളൂ. Aക്ക് 1/8 കിട്ടി, Bക്ക് 1/3 കിട്ടി, ബാക്കി റിമൈനിങ് C ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ, ക്ലിയർ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കണ്ടെത്തണം. ഫ്രാക്ഷനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ നോക്കാം. 1/8ഉം 1/3 ആണ്. 8ൻ്റെയും 3ൻ്റെയും LCM എടുക്കുക എത്രയാണ് 24. അപ്പോൾ 24 ആണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് കൺസിഡർ ചെയ്യുക, 24 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് എൻ്റെ എത്രയായിരിക്കും 1/8, 24ൻ്റെ 8 ഭാഗം, 24 8 ഭാഗം എന്ന് പറയും 3. ബീൻ്റെ കേസ് എത്രയാണ് 1/3 ആണ്, അതായത് 8 ഭാഗം. ബാക്കി 8 3 11 കഴിച്ച് ബാക്കി എത്രയുണ്ട് 13. ആ 13 ആണ് ആരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ആരുടെ പ്രോഫിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിയുടെ പ്രോഫിറ്റ്. എത്ര സിയുടെ പ്രോഫിറ്റ് 13 ഭാഗം അല്ലെ, 13 ഭാഗം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം, ക്യാപിറ്റലിന്റെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ മതി. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടൈം ചെയ്യുമ്പം 3/4, എൻ്റെ 3/4, 8/6 എന്ന് പറയുമ്പോൾ 4/3 അല്ലെ, 4/3 ബീൻ്റെത്. നെക്സ്റ്റ് 13/8 ആയിരുന്നു, 13/8 സീൻ്റെത്. ഓക്കെ, നമുക്ക് ഫ്രാക്ഷൻ മാറ്റം എന്ത് ചെയ്യണം, 4ൻ്റെയും 3ൻ്റെയും 8ൻ്റെയും LCM എടുക്കുക. 4ൻ്റെയും 3ൻ്റെയും 8ൻ്റെയും LCM എടുക്കുക. 4ൻ്റെയും 3ൻ്റെയും 8ൻ്റെയും LCM 24 ആണല്ലേ, 24. അപ്പോൾ 24 കൊണ്ട് എല്ലാത്തിനും എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയായിട്ട് നമുക്ക് 3 18
18 അതെങ്ങനെ നോക്കുക നമ്മൾ ഈ 4നെ 24 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ 3നെ എന്ത് ചെയ്യും 6 കൊണ്ട് മൾട്ടിപ്ലൈ 18 കിട്ടും. ഈ 3നെ 24 8 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെയാണ് ഞാൻ 4നെ എന്ത് ചെയ്യും 8 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ എനിക്ക് കിട്ടും 32 കിട്ടും. ഓക്കെ, 32 കിട്ടി. നെക്സ്റ്റ് 8നെ 24 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെയാണെങ്കിൽ 13നെ ഞാൻ എന്ത് ചെയ്യും 3 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും 39 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. 39 ഈസ് റേഷ്യോ. അതായത് 18:32:39 നമ്മുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയും. 18:32:39 പ്രോഫിറ്റ് അല്ല ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയും. ക്യാപിറ്റൽ റേഷ്യോ എത്രയാണ്? 18:32:39. ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് നോക്കാം. സിയുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സി ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് സിന്റെ ക്യാപിറ്റൽ എത്രയാണ്? 1560 തന്നിട്ടുണ്ട്. അതായത് 39 യൂണിറ്റ് ആണ് ആര് 1560, 35 യൂണിറ്റ് ആണ് 1560. അങ്ങനെയാണ് ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 39 × 4. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 40. ഒരു യൂണിറ്റ് 40. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എയുടെയും ബിയുടെയും ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരിക്കും? 18 × 4 300. 18 × 4 എത്രയാണ്? 72 അല്ലേ. 720 ആയിരിക്കും ആരത്? എന്റെ ഇൻവെസ്റ്റ്മെന്റ് 18 യൂണിറ്റ് ആണ്. ബിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 32. 32 × 4 എത്ര കിട്ടുക? 32 4 64 128 1280 ആണ് ബിയുടെ വാല്യൂ. സോ ആൻസർ എത്രയാണ്? 720ഉം 1280 ആയിരിക്കും. 720ഉം 1280 ആണ് ബിയുടെയും എയുടെയും ബിയുടെയും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് എന്താ ചെയ്തത്? നമ്മൾ ഗിവൻ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ടൈം പീരീഡിന്റെയും അതുപോലെ പ്രോഫിറ്റിന്റെയും എന്ത് കണ്ടുപിടിച്ചു? റേഷ്യോ കണ്ടെത്തി. പ്രോഫിറ്റിന്റെയും ടൈമിന്റെയും റേഷ്യോ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിന്റെ റേഷ്യോ കാണാം? ക്യാപിറ്റലിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ. അങ്ങനെ എന്ത് ചെയ്തു? ക്യാപിറ്റൽ റേഷ്യോ കണ്ടെത്തി. ക്യാപിറ്റൽ റേഷ്യോ കണ്ടെത്തിയപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട് സിന്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്ര യൂണിറ്റ് ആയിരിക്കും സിന്റെ വാല്യൂ. ഒരു യൂണിറ്റ് കണ്ടെത്തി, ബാക്കി രണ്ടിനെയും ക്യാപിറ്റൽ കണ്ടെത്തി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ ഒന്നും തന്നിട്ടില്ല. ടോട്ടൽ പ്രോഫിറ്റിന്റെ വാല്യൂ എത്രയാണ് തന്നില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അസ്യൂം ചെയ്യും. എത്ര അസ്യൂം ചെയ്യുക? എങ്ങനെ അസ്യൂം ചെയ്യാൻ നോക്കാം. നമുക്ക് റേഷ്യോ നോക്കാം. എത്രയാണ്? എൻ്റെയും ബിൻ്റെ റേഷ്യോ 5:7 ആയിരിക്കും. 5 അല്ല, ഈ 0 ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? ഒരു കേസിൽ 5:2 എന്ന് കിട്ടും അല്ലേ. 5:2. ടോട്ടൽ എത്ര? 7 യൂണിറ്റ്. ടോട്ടൽ 7 യൂണിറ്റ്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്നിട്ട് എന്താണ്? എ പാർട്ട്ണർ വർക്കിംഗ് പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ 20% അങ്ങേരെ എടുക്കും സാലറി ആയിട്ട്. ഓക്കെ, 20% എന്ന് പറഞ്ഞാൽ 20/100. 20/100 എന്ന് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 20/100 1/5 എന്ന് എഴുതാം. 1/5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. ബട്ട് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7ൻ്റെയും 5ൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ? കാരണം 20/100 പറഞ്ഞാൽ 100 ടോട്ടൽ പ്രോഫിറ്റ് എങ്കിൽ അതിൽ 20 അവരുടെ സാലറി എന്ന് പറയുന്നത്, സാലറി ആയിട്ട് കൊണ്ടുപോകുന്നത്. അതായത് 1/5. 20/100 1/5. അതായത് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ടോട്ടൽ പ്രോഫിറ്റ്. അതുപോലെ 5 + 7 യൂണിറ്റ് ആണ് എന്ത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ 7ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും 7 യൂണിറ്റ്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നു? ടോട്ടൽ പ്രോഫിറ്റിനെ 35 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ടോട്ടൽ പ്രോഫിറ്റിനെ 35 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. യൂണിറ്റ് എന്ന് എഴുതുന്നുണ്ടല്ല, 35 മാത്രം എഴുതിയാൽ മതി. 35 എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എങ്കിൽ സാലറി ആയിട്ട് എത്ര എടുക്കുന്നുണ്ടാവുക? ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 1/5 അല്ലേ. ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 1/5 അതായത് 20% ആര് കൊണ്ടുപോകുന്നത്? എ എന്തായിട്ട് കൊണ്ടുപോകുന്നത്? സാലറി ആയിട്ട് കൊണ്ടുവന്നു. സോ 35ൻ്റെ 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 അല്ല. 35/5 എന്ന് പറഞ്ഞാൽ 7 കിട്ടും. അപ്പോൾ 7 എൻ്റെ സാലറി എന്ന് പറയും. 7 എൻ്റെ സാലറി. അപ്പോൾ ബാക്കി എത്രയുള്ളത്? 28. ഈ 28 ഈ റേഷ്യോയിൽ 5:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് എത്രയോ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രോഫിറ്റിൽ 20%, ഇപ്പം 100 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. 20 രൂപ, അത് 20%, 20 രൂപ. വർക്കിംഗ് പാർട്ട്ണർ ആയതുകൊണ്ട്, വർക്കിംഗ് പാർട്ട്ണർ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ബിസിനസ് റൺ ചെയ്യുന്ന ആ പുള്ളിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സാലറി എടുക്കും. പ്ലസ് ടോട്ടൽ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ആ ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷെയറും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തത്? 28 രൂപയാണ്, 35 രൂപയാണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിൽ 7 രൂപ 1/5% സാലറി ആയിട്ട് എടുത്തു. ബാക്കി 28 രൂപയുണ്ട്. ഈ 28 രൂപേനെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. ഏതാ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്? 5:2. ആ 5:2 ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ 28നെ 5:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടുക? 28നെ 5:2 ഡിവൈഡ് ചെയ്യുമ്പം 28/7 ചെയ്താൽ 4. അപ്പോൾ 4 യൂണിറ്റ് ആണ്. അപ്പോൾ 5 4 20. 20 യൂണിറ്റ് 20ഉം എത്ര കിട്ടും? 8ഉം കിട്ടും. 20ഉം 8ഉം അല്ല, 20 5:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 8ഉം കിട്ടും. ഓക്കെ, 20 8ഉം കിട്ടി. എനിക്ക് ഇവിടെ ഇത് എ ആണ്, ഇത് ബി ആണ്. എ ആണ്,
ഇത് ബി ആണ്. എക്ക് 20 മാത്രമല്ല ടോട്ടൽ കിട്ടുന്നത്, അപ്പോൾ എത്രയുണ്ട്, ഈ ഒരു 7 യൂണിറ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 27 യൂണിറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്, എക്ക് കിട്ടുന്നുണ്ട്. എക്ക് എത്രയാണ്, 27 യൂണിറ്റ്. ഇപ്പോൾ ബിക്ക് എത്രയേ ഉള്ളൂ, 8 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ബിക്ക് 8 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഡാറ്റ തന്നിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. എന്താ ഡാറ്റ തന്നിട്ടുള്ളത്, ടോട്ടലായിട്ട് എക്ക് കിട്ടുന്നത് ബിക്ക് കിട്ടുന്നതിനേക്കാൾ എത്ര കൂടുതലാണ്, 38,000 കൂടുതലാണ്. 38,000 കൂടുതലാണ്. അപ്പോൾ 27 - 8 എത്രയാണ്, 19 യൂണിറ്റ് ആണ്. 19 യൂണിറ്റ് ആണ് ഇവർ തമ്മിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. എത്രയാണ്, 19 യൂണിറ്റ്. ഈ 19 യൂണിറ്റ് ആണ് എത്ര പറയുന്നത്, 38,000 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും, 19 യൂണിറ്റ് 38,000 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും, 2,000 ആയിരിക്കും അല്ലേ. 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2,000 തൊട്ട്, ഒരു യൂണിറ്റ് 2,000 തൊട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്, 35 ആണ്. അപ്പോൾ 35 × 2,000 എത്രയാണ്, 70,000 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 70,000 ആയിരിക്കും ആൻസർ. ക്ലിയർ? എന്താ ചെയ്ത് വൺസ് മോർ ഒന്നുകൂടെ നോക്കാം. അത് എയും ബിയും ബിസിനസ് നടത്തി 50,000 ഇൻറ്റു ക്യാപിറ്റൽ എത്രയാണ്, 50,000 20,000. ഓക്കെ, എ വർക്കിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ എത്രയാണ് പ്രോഫിറ്റ് ഇടുന്നത്, അതിന് 20% ആര് കൊണ്ടുപോകുന്നുണ്ട്, എ സാലറി ആയിട്ട് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പ്രോഫിറ്റാണ് ഈ 5:2, അതായത് 5:2 ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, റിമൈനിങ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ അവസാനം ടോട്ടൽ എടുക്കുന്ന സമയത്ത് എക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ കിട്ടുമല്ലോ. കാരണം എ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 5 ഭാഗമാണ്, 5:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തൊരു ഭാഗം എടുത്തിട്ടുണ്ട്. സാലറി ആയിട്ട് ടോട്ടൽ പ്രോഫിറ്റ് 20% എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്കാർക്കും സ്വാഭാവികമായിട്ടും കൂടുതൽ കിട്ടുക. ഓക്കെ, എത്ര കൂടുതൽ കിട്ടിയത്, 38,000 ആണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, ടോട്ടൽ പ്രോഫിറ്റ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഞാൻ എന്ത് ചെയ്യുന്നു, എക്ക് എത്രയാണ്, 5:2 നമ്മൾ എന്ത് ചെയ്തത്, 5:2 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 5:2 ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ക്യാപിറ്റൽ 5:2 ആണ്. നമ്മൾ വേറെ പറഞ്ഞ കാര്യം 20% എ സാലറി ഇടാതെ 1/5 ആണ്. നമുക്ക് ഈ രണ്ട് കേസിന് എടുക്കുമ്പം 7 യൂണിറ്റ് ആണ് ടോട്ടൽ പ്രോഫിറ്റ്, ഇവിടുന്ന് 5 യൂണിറ്റ് ആണ് ടോട്ടൽ പ്രോഫിറ്റ് അല്ലേ. ഇത് ടോട്ടൽ പ്രോഫിറ്റ് അല്ലേ. ഒരു 5 എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം, ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കൊണ്ടുവന്നത്. വിച്ച് മീൻസ് 1/5 എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്. ആ 5 യൂണിറ്റ് ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇവിടെ 7 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രാക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചെയ്യുന്നത്. നമ്മൾ നേരത്തെ LCM എടുത്ത പോലെ ഇവിടെ അതന്നെ എടുക്കുന്നത്. 35 യൂണിറ്റ് ഞാൻ ടോട്ടലായിട്ട് എടുത്തു. 35 ഞാൻ ടോട്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ 35 ടോട്ടലായിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ 1/5 ആണ് എ സാലറി ആയിട്ട് എടുക്കുക. എത്ര എ സാലറി ആയിട്ട് എടുക്കുക, 7 രൂപ സാലറി. ഇപ്പം 35 രൂപയാണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ 7 രൂപ സാലറി ആയിട്ട് എടുക്കും. ബാക്കി എത്ര രൂപ ഉണ്ടാവുക, 28 രൂപ. ഈ 28 രൂപ നമ്മൾ ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യുക, 5:2. 5:2 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 20ഉം 8ഉം വരും അല്ലേ. 20ഉം 8ഉം വരും. ഓക്കെ, എക്ക് ഇപ്പോൾ ടോട്ടൽ എത്ര കിട്ടുന്നുണ്ട്, 20 + 7 അല്ലേ. അപ്പം 7 ടോട്ടൽ 27 വരും. 27ഉം 8ഉം വരും. ഇത് എത്ര ഡിഫറൻസ്, 19. ഈ 10 നമ്മളിത് രൂപയിൽ എടുത്തുള്ളൂ. ആക്ച്വലി എന്താണ്, യൂണിറ്റ് ആണല്ലോ. 19. ഈ 19 യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത്, 38,000 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് 2,000 ആയിരിക്കുമല്ലോ. 19 യൂണിറ്റ് 38,000 ആണ്, ഒരു യൂണിറ്റ് 2,000. അങ്ങനെയാണ് ടോട്ടൽ എത്രയാണ്, ടോട്ടൽ ക്വസ്റ്റൻ എന്താണ്, 35 യൂണിറ്റ് ആണ് കാണുന്നത്. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ്. അങ്ങനെയാണെങ്കിൽ 35 × 2,000 ചെയ്താൽ നമുക്ക് 70,000 കിട്ടും. 70,000. സോ 70,000 മീൻസ് ആൻസർ. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2-3 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുക്കേണ്ടി വരും. ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ, യൂണിറ്റ് കൺസെപ്റ്റ് ആണെങ്കിൽ പടപടാന്ന് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആ LCM എപ്പോഴാണ് നമുക്ക് ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് LCM എടുക്കുന്നത്. ആ LCM എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രാക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കേസ് കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ ഫ്രാക്ഷൻ വരുമ്പോഴാണ് അതിനെ ഒഴിവാക്കാനാണ് നമ്മൾ LCM എടുത്തത് അല്ലേ. ആ ഫ്രാക്ഷൻ്റെ 1/4 1/3 ഫ്രാക്ഷൻ 12 ആണ്. അപ്പോൾ 12 യൂണിറ്റ് ടോട്ടലായിരുന്നു രീതിയിൽ എടുത്തു. അതേപോലെ തന്നെ ഇവിടെയും ചെയ്തത് 1/5 എന്ന് പറയുന്നത് ആ ഫ്രാക്ഷൻ ആണ്. അതുപോലെ 7 യൂണിറ്റും ഉണ്ട്. അതിപ്പം 7ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ, അതാണ് 35. 35 ഇൻറ്റു സംതിങ് ഉണ്ട്. എനിക്ക് 35 മാത്രം, അതിലെ 35 മാത്രമേ എനിക്കറിയുള്ളൂ. ഇവിടുന്ന് കിട്ടിയത് 7ഉം 5ഉം 35. അപ്പോൾ 35 യൂണിറ്റ് ആണ് ടോട്ടൽ എടുത്തത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ABC are 3 partners. A received 5/8 part of the total profit, 5/8 part of total profit, and remaining profit received by B and C equally. Okay, A's income is increased by 450 when the profit rises from 4% to 9. 4%-ന് 9% ടോട്ടൽ പ്രോഫിറ്റ് കൂടുന്ന സമയത്ത് ആരുടെ പ്രോഫിറ്റ്, എയുടെ പ്രോഫിറ്റ് 450 കൂടിയെന്നാണ് പറയുന്നത്. ഫൈൻഡ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് B and C. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ.
ക്ലിയർ. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ABC 3 പാർട്ട്നേഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് 5/8 എ റിസീവ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5/8. അപ്പോൾ അതിൻ്റെ റേഷ്യോ അത് ഞാൻ കണ്ടെത്താം. 5/8. ബാക്കി എത്രയുണ്ട്? 5/8. ബാക്കി എത്രയുള്ളത്? 3/8 റിമൈനിങ് അല്ലേ. റിമൈനിങ് 3/8 ഉള്ളത്. ടോട്ടൽ 8 ആണെങ്കിൽ ബാക്കി എത്രയുണ്ട്? 3/8. ഈ 3/8 ബിയും സിയും ഈക്വലി ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 3/16 ആയിരിക്കും ഒരാൾക്ക്. 3/8 ഡിവൈഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര? 3/16 3/16 ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ 16 LCM എടുത്തിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 5 10:3 ആണ്. 10:3 ഇതാണ് നമ്മുടെ എന്ത് റേഷ്യോ എന്ന് പറയുന്നത്? ക്യാപിറ്റലിൻ്റെ റേഷ്യോ എന്ന് പറയും. എത്രയാണ്? ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് റേഷ്യോ ആണ് അല്ലേ. പ്രോഫിറ്റ് റേഷ്യോ തന്നെയാണ് ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ. കാരണം ടൈം പീരീഡ് തന്നിട്ടില്ല. 10:3 എന്ന റേഷ്യോയിലാണ് അത് ഡിവൈഡ് ചെയ്ത് ക്യാപിറ്റലും പ്രോഫിറ്റും ഡിവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. നമ്മുടെ എയുടെ റേഷ്യോ എത്രയാണ്? എയുടെ പ്രോഫിറ്റ് എത്രയാണെന്നത്? 5/8 ആണ് എയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റും ക്യാപിറ്റലും എല്ലാം സെയിം ആണല്ലോ. 5/8 ആണ്. ഓക്കെ, പ്രോഫിറ്റ് ഇതിൻ്റെ ഇപ്പം 4-ന് 9% എന്ന് പറയുന്നത് അല്ലേ. അതായത് 5% കൂടി. ഓക്കെ, അതായത് ഈ പ്രോഫിറ്റ് ടോട്ടലിൻ്റെ 5% കൂടിയ സമയത്ത് 5% കൂടിയ സമയത്ത് എത്ര വന്നു? ഇത് 450 വന്നു അല്ലേ. അതായത് 5% ആരുടെ പ്രോഫിറ്റ്? ടോട്ടൽ പ്രോഫിറ്റ് എത്ര? 5% കൂടി. അതായത് 5% കൂടുമ്പോൾ ഇതിൻ്റെ 5% എത്ര? 5/8. പ്രോഫിറ്റ് എയുടെ പ്രോഫിറ്റാണ് ഇത് 5/8 എന്ന് പറയുന്നത്. അതിൻ്റെ 5% എത്ര? 450 ആണ് അല്ലേ. 450 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 100% കാണാൻ എന്ത് വേണം? ഇവിടുത്തെ 5%, 100% കാണാൻ ഇൻറ്റു 20 ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റു 20 ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെ എത്ര കിട്ടും? ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 450 ഇൻറ്റു 20 എത്ര? 9000 എന്ന് കിട്ടും. 9000 ഇൻറ്റു 20 ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 9000 എന്ന് കിട്ടി. ഓക്കെ, 9000 എന്ന് കിട്ടി. അതായത് 10 യൂണിറ്റ് ആണ് 9000. അങ്ങനെയാണെങ്കിൽ 10 യൂണിറ്റ് 9000 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര ആയിരിക്കും? 900. 10 യൂണിറ്റ് 9000 ആകുമ്പം ഒരു യൂണിറ്റ് 900. അങ്ങനെയാണെങ്കിൽ ഓരോടെയും വാല്യൂ എത്രയാണ്? 3 × 9 2700. അതുപോലെ നെക്സ്റ്റ് സിയും 2700 ആയിരിക്കും. ഓക്കെ, ക്ലിയർ.